എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് ഇന്നത്തെ കഥ പോകുന്നതും. അപ്പോൾ നമ്മുടെ വർഷ കുറച്ച് തുണി അയൺ ചെയ്യാൻ കഴുകാൻ വേണ്ടി കൊണ്ട് കൊടുക്കുകയാണ്. വർഷയുടെ രേവതിയുടെ കയ്യിൽ രേവതി അത് വാങ്ങുന്നുണ്ട്. അതേസമയം ശ്രുതിയും കുറച്ച് ഡ്രസ്സും ശ്രുതിയുടെ ഷർട്ടും കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഞാൻ ശ്രുതിയുടെ തുണി കഴുകത്തുമില്ല, ശ്രുതിയുടെ കാര്യം നോക്കത്തുമില്ല, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം എന്നോട് പറഞ്ഞു. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഷർട്ട് വാഷിംഗ് മെഷീനിലിട്ട് കഴുകേണ്ട കാര്യങ്ങൾ കൈ കൊണ്ട് തന്നെ ചെയ്യാം. നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മേലിൽ എൻ്റെ കൈ നിൻ്റെയോ നിൻ്റെ ഭർത്താവിൻ്റെയോ കാര്യം നോക്കാൻ ഞാൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും പിന്നെ എന്നെ എന്തിനാണ് ശല്യം ചെയ്യുന്നത്? ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ ചന്ദ്രമതി വരുന്നുണ്ട്. ചന്ദ്രമതി കേൾക്കുന്ന എന്താണെന്ന് ചോദിക്കുന്നു. അത് സുധീര തുണിയും എൻ്റെ തുണിയും കഴുകാൻ പറ്റില്ല എന്നാണ് രേവതി പറയുന്നത്. അപ്പോഴത്തേക്കും ശ്രുതി നമ്മുടെ വർഷ പറയുന്നുണ്ട്, ഞാൻ വന്ന അന്ന് മുതൽ ശ്രദ്ധിക്കുകയാണ്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി എന്തുമാത്രം ജോലി ഇവിടെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ചെന്നിരിക്കുന്നത്. അത് ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് പാർലറിൽ പോകണം, അത് ഒരത്യാവശ്യം ഇതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അവളോട് മിണ്ടാതല്ലേ ഇരിക്കുന്നത്, അവൾക്ക് വേറെ ജോലിയും കൂലിയൊന്നുമില്ലല്ലോ, അവൾക്ക് ഇത് മാത്രം ചെയ്താൽ മതിയല്ലോ എന്ന് പറയണം. പക്ഷേ ഇത് നമ്മുടെ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതി രേവതിയെ കുത്തി പറയാൻ വേണ്ടി നോക്കുകയാണെന്ന് വെച്ചാൽ, അവൾക്ക് ഇവിടെ ഉള്ള ജോലികൾ അവൾ ചെയ്തിട്ട് അവൾ ജോലിക്കും കൂലിക്കും പോകുന്നില്ലല്ലോ, പിന്നെ അവൾക്ക് ഈ ജോലി. ചന്ദ്രമതി കേൾക്കുന്നുണ്ട്, എന്താടി നിനക്ക് അവൻ്റെ തുണി ഒന്ന് കഴുകിയിട്ടാൽ നിൻ്റെ കയ്യിലെ വള ഊരി പോകുമോ എന്നൊക്കെ അങ്ങ് ചോദിക്കണം. അപ്പോൾ വർഷം പറയുന്നുണ്ട്, ആൻറ്റി ചേച്ചി എല്ലാവരുടെ ജോലിയും ഇവിടുത്തെ വീട്ടിലെ എല്ലാ ജോലിയും ചേച്ചി നോക്കുന്നില്ലേ, എല്ലാവരുടെ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഒരു എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ രേവതി ചേച്ചി ചെയ്യുന്നത്, മറ്റാരും ചെയ്യാത്ത കാര്യം. അപ്പോഴും ആൻറ്റിയും കൂടെ സഹായിക്കുക, ആൻറ്റി എന്നെ സുധീര ഷർട്ട് കഴുകി കിട്ടോ, അപ്പോൾ ചേച്ചിക്ക് ഒരു കൂട്ടും ആവുമല്ലോ എന്ന് പറഞ്ഞു. ഇത് നമുക്ക് വർഷ പറയുന്നതുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിക്ക് ഒന്നും ഉദ്ധൃത്ത് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. പറയണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. എന്തായാലും നമ്മുടെ രേവതി സമ്മതിച്ച് പറയുന്നുണ്ട്, ഇനിയൊന്നല്ല, ഒരിക്കലും ഞാൻ സുധീര ഷർട്ടോ നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ പ്രാപ്തയല്ല, ഞാൻ നോക്കേയില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്, ഉറപ്പിച്ച് പറയുന്നു. നമ്മളെപ്പോലെയാണോ ഇവൾക്കിവിടെ നമുക്ക് ജോലിയില്ല, എനിക്ക് പാർലറിൽ പോകണം, നിനക്ക് ഡബ്ബിങ്ങിന് പോകണം, അപ്പം നമുക്ക് ജോലിയുണ്ട്, അപ്പോൾ ഇവൾക്കിവിടെ ഒരു ജോലിയില്ല, ഇവൾക്ക് അടുക്കള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നാൽ പോരെ, അവൾ സുഖിക്കുകയല്ലേ ഇവിടെ ആവുന്നു. പക്ഷേ രേവതിയെ കുറ്റപ്പെടുത്തിയാണോ നമ്മുടെ ചന്ദ്രമതി എപ്പോൾ നോക്കിയാലും പറയുന്നത്. പക്ഷേ ഇപ്പോഴും വർഷം വന്നിട്ട് നമ്മുടെ രേവതിയെ സൈഡാണ് പറയുന്നത്, രേവതിയാണ് ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്നത്, രേവതി പാവമാണ്. അങ്ങനെ രേവതി വർഷ പറയുന്നുണ്ട്, തീറ്റക്കാര്യമായിരുന്നാലും അടുക്കളയിൽ ആഹാരം പാകം ചെയ്യുന്നത് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നോക്കുന്നു, ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുന്നു, ചേച്ചി ഇവിടെ നിൽക്കും, ഞാൻ എന്താ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് വന്ന് റൂമിൽ പോയിട്ട് വന്ന് 2000 രൂപ കയ്യിൽ വെച്ചൊക്കെയാണ്, ഇത് ചേച്ചി വെച്ചേക്ക്, ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരും അപ്പോഴും വാങ്ങിക്കില്ല. എന്താ ശ്രുതി, എന്താ വർഷം ഇങ്ങനെ കാണിക്കുന്നത്, നീ എന്നെ ഒരു വേലക്കാരിയായിട്ട് മാറ്റിയോ എന്ന് ഇല്ല ചേച്ചി, അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല. വർഷ പറയുന്നുണ്ട്, ഇത് എൻ്റെ ചേച്ചിക്ക് കൊടുക്കുന്നത് പോലെയാണ് ഞാൻ കൊടുക്കുന്നത്, എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോലെയാണ് ചെയ്യുന്നത്, അല്ലാതെ വേലക്കാരിയായിട്ട് കണ്ടിട്ടോ ഒന്നുമല്ല ചേച്ചി ഇത് വാങ്ങണം, ചേച്ചിക്ക് ഇനി മാസം തോറും എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ചേച്ചിക്ക് ഞാൻ തരാവുന്നതാണ്. ഇത് ശ്രുതി നേരത്തെ ശ്രുതിയുടെ ആൻറ്റിക്ക് കൊടുത്തായിരുന്നു 5000 രൂപ. അപ്പം ശ്രുതി പറയുന്നത്, ഞാൻ അതുകൊണ്ടല്ല 5000 രൂപ കൊടുത്തത്, എൻ്റെ ആൻറ്റിക്ക് കൊടുത്തതുപോലെ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വർഷ ശ്രീവിദ്യ അല്ലല്ലോ, നമ്മുടെ രേവതി ആ പൈസ വാങ്ങുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ചന്ദ്രമതിക്ക് ദേഷ്യം കയറുന്നുണ്ട് കേട്ടോ. മാസം തോറും ഇനി അവൾക്ക് പൈസ കിട്ടുകയല്ലേ എന്നുള്ള ഒരിതാണ്. ചന്ദ്രമതിയും ശ്രുതിയും നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തുകയാണ്, നന്നായിട്ട് പൊരിക്കുകയാണ്. എന്ന് വെച്ചാൽ പൈസ മാസം തോറും കിട്ടുമല്ലോ, ചുമ്മാ അല്ലടി നീ അവളെ സ്നേഹിച്ചത്, എനിക്കിപ്പോഴല്ലേ മനസ്സിലായേ, നിനക്ക് അവളുടെ പണത്തിനെയാണ് കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല, നീ അതുകൊണ്ട് തന്നെയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നു, ഞാൻ ഇതുപോലെ കൊടുക്കാനുള്ളതായിരുന്നു, വേലക്കാരി അവൾ നിന്നെ വേലക്കാരിയായിട്ട് കണ്ടിട്ട് തന്നെയാണ് നിനക്ക് പൈസ തരുന്നതും, നിനക്ക് തരാനുള്ളതായിപ്പോയി, തെറ്റിപ്പോയി, നിനക്ക് ഞാനും തരാനുള്ളതാണ്.
ചന്ദ്രമതി രേവതിയെ കൊണ്ട് എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. കഷ്ടം രേവതിക്ക് എന്ന് വെച്ചാൽ മനഃപൂർവ്വം ചെയ്യിപ്പിക്കണതാണ്. ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ വീട്ടിനകത്തുള്ള എല്ലാ ജോലിയും വെച്ചാൽ സച്ചിക്ക് ആവശ്യമുള്ളത്, ശ്രുതിക്ക് ആവശ്യമുള്ളത്, ശ്രുതിക്ക് ആവശ്യമുള്ളത്, പിന്നെ വർഷയ്ക്ക് ആവശ്യമുള്ളത്, അവർക്കൊക്കെ ഓരോ ഐറ്റങ്ങളാണ്. അച്ഛനും അമ്മയ്ക്കും അങ്ങനെയുള്ളത് ഇത് അങ്ങനെ ഓരോരോ പേർക്കും ഓരോ ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കി. അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, അമ്മ സച്ചിയേട്ടൻ എന്ത് വേണമെന്ന് പറഞ്ഞില്ല. അവനകത്ത് എന്ത് വേണമെങ്കിലും കഴിക്കുക, അവന് കുഴപ്പമില്ല, എന്ത് കിട്ടിയാലും അവൻ കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുക്കള ജോലി എല്ലാം ചെയ്ത് പൂർത്തിയായതിനു ശേഷം രേവതിക്ക് അങ്ങ് സഹിയിട്ട് സങ്കടം വന്നു.